വെള്ളിത്തിര ഒരു കടലാണെങ്കിൽ അതിൽ ലയിച്ചു ചേരുന്ന ഉപ്പായിരുന്നു തിലകൻ എന്ന നടൻ. വിമർശനത്തിന്റെ ഏത് ഫിൽറ്ററിൽ അരിച്ചാലും അഭിനയവും ജീവിതവും വേർതിരിക്കാനാവാത്ത അവസ്ഥ. സിനിമയിൽ തിലകൻ ജീവിക്കുകയായിരുന്നു. നാടകവേദികളിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു. നീ ഒറ്റയ്ക്കൂടെ കഴിയുമ്പോൾ ഞാനിങ്ങനെ മനസ്സ് മാത്രം വിദേശത്ത് കഴിയും. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഏകദേശം 5 പതിറ്റാണ്ട് കാലം സിനിമാ ലോകത്ത് അഭിനയിച്ചു ജീവിച്ചു. പഠനം നിർത്തി മുണ്ടക്കയം നാടകവേദികളിൽ അഭിനയിച്ചാണ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. 1979 ഉൾക്കടൽ എന്ന സിനിമയിലൂടെ ചുവടുറപ്പിച്ച തിലകൻ പിന്നീട് സിനിമാ ലോകത്തെ പെരുന്തച്ഛനായി മാറുകയായിരുന്നു. സിനിമ കച്ചവടമായപ്പോൾ ആ ലോകത്ത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടായി. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വെട്ടിനിർത്തപ്പെട്ടു. തിലകൻ അവിടെ കലാപകാരിയായി. അവസരങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെടുമ്പോഴും ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ പൊരുതി നിന്നു ആ മഹാനടൻ. താരസംഘടനയ്ക്ക് നേരെ പരാതി പറഞ്ഞു, പരിഭവം പറഞ്ഞു. വിമർശന കൂമ്പാരങ്ങൾ ഏതും തിലകൻ എന്ന തന്റേടി നിരന്തരം കലഹിച്ചു. ആരുടെയൊക്കെയോ ഉറക്കം കളഞ്ഞ ആ മഹാനടൻ തന്റെ മരണം വരെ സിനിമാ ലോകത്തിനു പുറത്തുനിന്നു. തന്റെ ശരികളെ കാലം ശരിപ്പിക്കുന്ന കാഴ്ച പിന്നീട് കണ്ടു. തിലകനെ ഒഴിവാക്കി കഥാപാത്രങ്ങളെ മറ്റുള്ളവർക്ക് കൊടുത്തത് പ്രേക്ഷകർക്കും അത്ര സുഖിച്ചില്ല. അതിന് മാറ്റമുണ്ടാക്കിയത് രഞ്ജിത്തും അൻവർ റഷീദും അടക്കമുള്ള നിരയാണ്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ഇന്ത്യൻ റുപ്പി, സ്പിരിറ്റ്, ഉസ്താദ് ഹോട്ടൽ എന്നീ ചിത്രങ്ങളിലൂടെ ശക്തമായി തിരിച്ചു വരികയായിരുന്നു ആ മഹാനടൻ. തിലകനിലെ പ്രതിഭ എവിടെയും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ത്യൻ റുപ്പിയിലെ പ്രകടനം. ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു, കേശവൻ. പിന്നീട് ഉസ്താദ് ഹോട്ടലിലെ പ്രകടനം കൊണ്ട് പ്രേക്ഷകരെ മനം കവർന്നു. ഞാൻ മാറി നിന്നത് കൊണ്ട് നഷ്ടം എനിക്കല്ല, പ്രേക്ഷകർക്കാണ് നഷ്ടമെന്ന് തിലകനും പറയുമ്പോൾ തോറ്റത് മലയാള സിനിമ തന്നെയാണ്. അഭിനയത്തോട് തിലകന്റെ അടങ്ങാത്ത അഭിനിവേശം എന്നും അമ്പരപ്പിച്ചു. കൈയടിപ്പിക്കാൻ അനേകം കഥാപാത്രങ്ങൾ ബാക്കി വെച്ചാണ് കാലം ആ മഹാനടന് മുന്നിൽ കർട്ടനിട്ടത്.